ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചില ദിവസങ്ങളിൽ വൈകുന്നേരമായി കഴിയുമ്പോൾ വല്ലാത്തൊരു വിശപ്പാട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്ന് തോന്നും. എല്ലാ ദിവസവും അങ്ങനെയൊന്നുമില്ല, കാരണം നമ്മൾ ലേറ്റായിട്ടാണ് ഓൾറെഡി ഫുഡ് കഴിക്കുന്നത്. ഒരു 2:30 കഴിയും കേട്ടോ. പിന്നെ 4 മണിയാകുമ്പോൾ നമ്മൾ സാധാരണ സിമ്പിളായിട്ട് ചായ കുടിക്കുന്നേ ഉള്ളൂ. എന്നാൽ ചില ദിവസങ്ങളിൽ എല്ലാവർക്കും പെട്ടെന്ന് ഒരു വിശപ്പൊക്കെ തോന്നും. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് തോന്നും. പിന്നെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെ എനിക്കും ഒരു സന്തോഷമുള്ള കാര്യം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ആലോചിച്ചപ്പം കുറച്ച് ബ്രെഡും കുറച്ച് പനീറും ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് വെച്ചിട്ട് ഒരു അടിപൊളി ഡിഷ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പനീർ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒപ്പത്തിൽ തന്നെ കുറച്ച് ക്യാപ്സിക്കവും സവോളയും തക്കാളിയും എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതവിടെ മാറ്റി വെച്ചു. ഇനി ഇതുപോലെ വലിയ ബ്രെഡ് എടുത്തിട്ട് 2 ബ്രെഡ് ഒരുമിച്ച് വെച്ചിട്ട് ഇതേ രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന ആ ഒരു ഇത് വെച്ചിട്ട്, എന്നിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു അടപ്പിൻ്റെ മൂടി വെച്ചിട്ടോ അല്ലെങ്കിൽ ഗ്ലാസ് വെച്ചിട്ടോ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ 2 ബ്രെഡും കൂടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആ ഒരു രീതിയിൽ നമുക്കത് കിട്ടും കേട്ടോ. ബാക്കി വന്നിരിക്കുന്നതൊന്നും കളയണ്ട, അത് നമുക്ക് പൊടിച്ചെടുക്കാം ബ്രെഡ് ക്രംസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടിരിക്കുന്ന എന്നാൽ വെറൈറ്റി ആയിട്ടിരിക്കുന്ന ഒരു ഡിഷാണ്. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എനിക്ക് വളരെ കൗതുകം തോന്നി ഈ ഒരു ഡിഷ് ഉണ്ടാക്കാൻ. അത് ഉണ്ടാക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വൈകുന്നേരം മൊബൈലിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു. അപ്പോൾ അതിനകത്ത് കാണിച്ചു കേട്ടോ. അപ്പോൾ എനിക്കും ഒരു ആഗ്രഹം തോന്നി, എന്നാൽ പിന്നെ വെറൈറ്റി ആയിട്ട് ഇന്ന് വീട്ടിലുള്ളവർക്ക് ഈ ഒരു ഡിഷ് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേ ബ്രെഡ് ക്രംസ് ഒക്കെ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുക്കിംഗ് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പനീർ വെച്ചിട്ടുള്ള ഒരു പനീർ ചില്ലി ഉണ്ടാക്കിയെടുക്കാം. ഡ്രൈ ആയിട്ടിരിക്കുന്നത്, ഗ്രേവി ഒന്നും ഇല്ലാത്തത്. അപ്പോൾ അതിനുവേണ്ടി പാനിനകത്തോട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തു. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും തക്കാളിയും സവോളയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ഒരുപാട് വെന്തൊന്നും പോകുന്നില്ല. സിമ്പിളായ രീതിയിൽ നമുക്ക് ഈ ഒരു പനീർ ചില്ലി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വെറൈറ്റി ആയിട്ടിരിക്കുന്ന റെസിപ്പിയാണ്. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടമാണ് വെറൈറ്റി ആയിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി നോക്കാനായിട്ട്? ഞാനിതുപോലെ കേട്ടോ, എനിക്ക് യൂട്യൂബിലൊക്കെ കാണുന്ന എന്തെങ്കിലും വ്യത്യസ്തമായ രീതിയിലുള്ള വിഭവങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല മൂഡൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എൻജോയ് ചെയ്താട്ടോ ഞാൻ ചെയ്യുന്നത്. കാരണം എനിക്കിഷ്ടമാണ്, അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ എൻജോയ് ചെയ്ത് ഞാൻ കുക്കിംഗ് ചെയ്യുന്നത്. അപ്പോൾ അതേ നമ്മുടെ ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും അതുപോലെ പിസ്സ സോസ് പിന്നെ കുറച്ച് സോയാ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീറിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിനകത്തോട്ട് വെള്ളമോ അല്ലെങ്കിൽ മറ്റ് മസാലപ്പൊടികളോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു പനീറിൻ്റെ ഗ്രേവി ഞാൻ തയ്യാറെടുത്തിരിക്കുന്നത് കേട്ടോ. കാരണം നമുക്കിതൊരു ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യേണ്ടതാണ്, അതുകൊണ്ടാണ് വെള്ളമൊന്നും ഒഴിക്കാത്തത്. അപ്പോൾ ഇതേ നമ്മുടെ പനീർ ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ ഈ ഒരു റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ ഇതുണ്ടല്ലോ, അത് ഒന്ന് ഒരു ബാറ്റർ ഉണ്ടാക്കണം. അപ്പം നമുക്ക് മൈദമാവ് എടുക്കാം. അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്ലറി തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഒരുപാട് ലൂസും വേണ്ട, ഒരുപാട് കട്ടിയും വേണ്ട. അപ്പോൾ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതുപോലൊന്ന് മിക്സ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഇതിനകത്തോട്ട് മുക്കിയെടുക്കുക. എന്നിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിനകത്ത് ക്രോട്ട് ചെയ്തിട്ട് ചൂടായ എണ്ണയിലിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. ഇതേ രീതിയിൽ നമുക്കെല്ലാം തയ്യാറാക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഒന്ന് ശ്രദ്ധിക്കുകയും വേണം, ഇത് വിടന്ന് പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു മിക്സിങ് കോട്ട് ചെയ്തെടുത്തിട്ട് വേണം തിളച്ച എണ്ണയ്ക്കകത്തോട്ട് ഇടണം കേട്ടോ. എണ്ണ നന്നായിട്ട് തിളച്ചില്ലെങ്കിൽ നമ്മളിത് ഇട്ട് കൊടുക്കുമ്പം ഈ ബ്രെഡ് സെപ്പറേറ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നല്ല ചൂടായ എണ്ണയിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 സൈഡും നല്ല രീതിയിലൊന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. നന്നായിട്ട് മൊരിഞ്ഞു എന്ന് അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഇങ്ങനെ ഫ്ലഫി ആയിട്ട് വരും. അപ്പോൾ കറക്റ്റ് അതിൻ്റെ പാകമാണ്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്കെല്ലാം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിലോട്ട് ഇട്ട് കഴിയുമ്പോൾ തന്നെ നല്ല ഫ്ലഫി ആയിട്ട് വരും കേട്ടോ, നമ്മുടെ പൂരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ. ദേ ഇപ്പം നമ്മുടെ ആ ഒരു സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട്. ആക്ച്വലി ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് പോക്കറ്റ്സ് ആട്ടോ. അതാണ് ശരിക്കും ഇതിൻ്റെ പേര്. ഇത് കണ്ടോ, ഇതിങ്ങനെ 2ആയിട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു പോക്കറ്റ് മാതിരി നമുക്കിതിനകത്തോട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അപ്പുറത്ത് കുറച്ച് ക്യാബേജിൻ്റെ ലീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും ഇതിനകത്തോട്ട് നമുക്ക് ലെറ്റ്യൂസാണ് വേണ്ടത്, പക്ഷെ നമുക്കിവിടെ ലെറ്റ്യൂസ് ഒന്നും അവൈലബിൾ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ക്യാബേജ് ലീഫ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി. നമുക്ക് ഇല്ലെങ്കിൽ ഉള്ളത് വെച്ചിട്ട് നമ്മളങ്ങ്
അഡ്ജസ്റ്റ് ചെയ്യുക. അതൊക്കെയല്ലേ നമ്മുടെ ഒരു പുതിയ ഇന്നോവേഷൻസ്. അപ്പോൾ ഞാൻ ഇതുപോലെ ക്യാബേജിൻ്റെ ചെറിയ കനം കുറഞ്ഞ ലീവ്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഈ ഒരു പോക്കറ്റിനകത്തോട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ചെറിയ ചെറിയ ഇതായിട്ടാണ്. എൻ്റെ അത്യാവശ്യം വലിയ ബ്രെഡാട്ടോ, എന്നിട്ടും എനിക്ക് ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. അപ്പോൾ വലിയ ബ്രെഡിലാണ് നമുക്ക് ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ അതേ ഞാൻ ഈ ക്യാബേജിൻ്റെ ലീഫും ഇതിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് ഫില്ലിങ് നമ്മൾ പനീറിൻ്റെ ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതേ രീതിയിൽ നമുക്കെല്ലാം ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ക്യാബേജ് ലീഫ് വെച്ച് കൊടുക്കുക, എന്നിട്ട് നമ്മൾ പനീറിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടിരിക്കുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. കാരണം ഓൾറെഡി വെജിറ്റബിൾസും അതുപോലെ പനീറും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. വീട്ടിൽ ഞാനിത് ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഇച്ചായനും മോനും ഒക്കെ ഒത്തിരി ഇഷ്ടമായിട്ടോ. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള വിഭവങ്ങൾ തയ്യാറാക്കിയെടുക്കാൻ എത്ര പേർക്കാണ് ഇഷ്ടം? ഞാൻ എന്തായാലും എൻജോയ് ചെയ്തു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.